നമ്മുടെ കോട്ടയം ജില്ലയിൽ ഉള്ള ഒരു വാട്ടർഫാളാണത്. അരുവിക്കുഴി എന്നാണ് ഈ വാട്ടർഫാളിൻ്റെ പേര്. ഈ സ്ഥലം എന്ന് പറയുന്നത് പള്ളിക്കത്തോടാണ്. കോട്ടയത്തുനിന്ന് ഏതാണ്ട് ഒരു 22 കിലോമീറ്റർ അടുത്ത് വരും. നമുക്ക് ഇങ്ങോട്ട് കയറുന്നതിൻ്റെ ചാർജൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻട്രി ഫീസ് വരുന്നത് 26 രൂപയാണ്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 13 രൂപ. പിന്നെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 649 രൂപയാണ്. കുഴപ്പമില്ലാത്ത ഒരു വാട്ടർഫാളാണ്. പക്ഷേ നല്ല മഴ കഴിയുന്ന സമയത്താണ് ഇവിടെ വരുന്നെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഒരുപാട് വെള്ളം കാണും. അല്ലാത്ത സമയത്ത് ശകലം വെള്ളം കുറയും. പിന്നെ ഇവിടെ മനോഹരമായ ഇരിപ്പിടങ്ങളും ചെറിയ ഹട്ടുകളൊക്കെ പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് വിശ്രമിക്കാനോ അതിനൊക്കെയുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, നല്ല മനോഹരമായ ഇങ്ങനെ പടവുകളെല്ലാം കെട്ടി നല്ല ഭംഗിയാണ്. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷമാണ്. കാരണം ഇവിടെ ചുറ്റും റബ്ബർ തോട്ടങ്ങളൊക്കെയാണ്. ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഏതാണ്ട് നടുഭാഗത്തായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. നല്ലൊരു അന്തരീക്ഷം ഇവിടെ. പിന്നെ ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. കാരണം നമുക്ക് അത്ര വലിയ അപകടങ്ങളൊന്നും ഇവിടെ അങ്ങനെയില്ല. വഴുക്കലുണ്ട് ഈ പാറയിലൊക്കെ, എന്നാലും ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് കുളിക്കാനായിട്ടൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത് കാണാം. ഇത് കണ്ടോ, വെള്ളം മുകളിൽ നിന്ന് ഒഴുകി വരുന്നുണ്ടോ. കുറേ പാറകളിൽ ഇങ്ങനെ തട്ടിയാണ് താഴേക്ക് വരുന്നത്. അതൊരു മനോഹരമായ ഒരു കാഴ്ചയാണ്. നമ്മൾ കുറച്ചങ്ങോട്ട് മാറി അങ്ങോട്ട് നിന്ന് കഴിയുമ്പം. അപ്പോൾ അങ്ങനെ മാറി നിന്ന് നോക്കാനായിട്ടൊക്കെ അവിടെ ഒരു ഇങ്ങനെ ഒരു ചെറിയ പാലം പോലെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നമുക്കതേ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഈ ഭാഗത്തൂടെയാണ്. ഇത് കണ്ടോ, വെള്ളം അങ്ങ് മുകളിൽ നിന്ന് ഒഴുകി വരുന്നത് കണ്ടോ. ശരിക്കും വെള്ളം ഇങ്ങോട്ട് ഒരു തോട് പോലെ, ഒരു ചെറിയ കനാൽ പോലെ അതിലെയാണ് ഇങ്ങോട്ട് ഒഴുകി വരുന്നത് കേട്ടോ. ഒഴുകി വന്നിട്ട് ഒരു കുറച്ച് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 100 അടി ഉയരം കാണും. അത്രയും മുകളിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത്. നമ്മൾ മറ്റ് ഈ വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴത്തേക്കും ഇത് വളരെ ചെറുത് ഈ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. പിന്നെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മഴ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ശക്തി അങ്ങ് കുറയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. സാധാരണ ഇവിടെ അവധി ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഇത് കണ്ടില്ലേ, കുറേ ഐസ്ക്രീം ഇങ്ങനെ വിൽക്കുന്ന ചെറിയ വണ്ടികളെ. ഇതിനോട് ചേർന്ന് തന്നെ വേറെ ഐസ്ക്രീമും മറ്റ് സ്നാക്സ് അങ്ങനെയൊക്കെ വിൽക്കുന്ന ഷോപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇരുന്ന് നമുക്ക് ആഹാരം കഴിക്കാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഒരുപാട് വാഹനങ്ങളൊക്കെ അവധി ദിവസങ്ങളിൽ ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കുന്നത് കാണാം. അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും വെള്ളം കുറവാണ്. ഇങ്ങനെ വന്ന് ഇവിടെ നിന്നാണ് താഴേക്ക് വന്ന് വെള്ളം പതിക്കുന്നത്. ഇവിടെ കൂടുതലും ഈ കുട്ടികളും ഒക്കെ ആയിട്ട് ഇവിടെ വരുന്നവരാണ് സാധാരണ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ. പക്ഷേ ഈ സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയത്തുള്ള പ്രശ്നം ഇവിടെ വെള്ളം ഇതുപോലെ ഈ വെള്ളച്ചാട്ടം കാണത്തില്ല എന്നുള്ളതാണ്. കാരണം ആ സമയത്ത് നല്ല വരണ്ട് കിടക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ കാണത്തില്ല. ഈ നല്ല വർഷകാലത്താണ് ഇവിടെ ഈ വെള്ളം ഇങ്ങനെയുള്ളത്. ഇപ്പം ഇത് ഏതാണ്ട് ഓണം കഴിയുന്നിടം വരെയൊക്കെ മിക്കവാറും കാണും. ഇപ്പം നല്ല അങ്ങോട്ട് മഴ തുടങ്ങിക്കഴിഞ്ഞാണല്ലോ നല്ല ശബ്ദമാണ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും. അപ്പോൾ നല്ല ഞാൻ നേരത്തെ കാണിച്ച പാറ അവിടെ ഇങ്ങനെ മൊത്തം നിരന്ന് ഇങ്ങനെ വെള്ളം വരും. ഭയങ്കര രസമാണ് ആ കാഴ്ചയെ കാണാൻ വേണ്ടി. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോഴും ശരിക്കും മഴ അങ്ങോട്ട് 2-3 ദിവസത്തേക്ക് ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറവ് ഇവിടെയുണ്ട്. പിന്നെ ദിവസങ്ങളിൽ ഇവിടെ അങ്ങനെ ആൾ വളരെ കുറവാണ്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നല്ല തിരക്ക് തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് ഈ വെള്ളം ഒഴുകി വരുന്ന കാഴ്ചയുണ്ടല്ലോ, നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ നേരെ പള്ളിക്കത്തോട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വെള്ളം ഒഴുകി വരുന്നത്. കണ്ടില്ലേ, വളരെ പരിതാപകരമായ ഒരു കാഴ്ചയാണ്. ഈ ചെറിയ വെള്ളമാണ് വന്നിട്ട് ഏതാണ്ട് ഈ 100 അടി പൊക്കത്തെയും താഴ്ചയിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് ഒരു വെള്ളച്ചാട്ടം പോലെ നമുക്ക് അത് അനുഭവപ്പെടുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ വെള്ളം വളരെ കുറവാണ്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ കുറേ നല്ല തിങ്ങി വെള്ളം വരുന്നതാണ്. പിന്നെ ഇവിടെ അങ്ങനെ മാലിന്യങ്ങളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഉണ്ടോ ഈ വെള്ളം ഒഴുകി വരുന്ന ഭാഗത്തൊക്കെ ഇത് കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വാട്ടർഫാളിൻ്റെ അകത്ത് നമുക്കവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. കുളിക്കാൻ വേണ്ടി ഒരുപാട് പേര് വൈകുന്നേരം ഈ അവധി ഉള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേര് അവിടെ നിന്ന് കുളിക്കുന്നത് കാണാം. അതൊരു കാരണം വളരെ അപകടം കുറവുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ വരുന്നത്. ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നതുമാണ്. ഇപ്പം പക്ഷേ പൊതുവേ വെള്ളം വളരെ കുറഞ്ഞു പോയി. ഇതുകൊണ്ട് ഇതെല്ലാം ഒഴുകി വരുന്ന ഭാഗങ്ങളാണ്. ഇവിടെ നിന്നാണ് വന്നിട്ട് ആ വെള്ളം നല്ല ശക്തിയായിട്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നത്. കണ്ടോ, ഇവിടെ നിന്നെല്ലാം പതഞ്ഞിങ്ങനെ വരണ്ടിയാണ്. ഇത് നിറഞ്ഞ് കവിയുന്ന രീതിക്ക് വരണ്ടിയാണ്. അന്നേരത്തേക്ക് അവിടെ നല്ല ഭംഗിക്കുള്ള ഒരു വെള്ളച്ചാട്ടമാവും. ഇപ്പം വെള്ളം ആയി വരുന്നതേ ഉള്ളൂ.
ഇത് ശരിക്കും കോട്ടത്തും പരിസരത്തും ഒക്കെ ഉള്ളവർക്ക് ഇവിടെ പെട്ടെന്ന് വന്ന് പോകാവുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് കുട്ടികളും ഒക്കെ ആയിട്ട് വന്ന് കണ്ടിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അരുവിക്കുഴി എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. പിന്നെ ഈ അരുവിക്കുഴി അല്ലെങ്കിൽ അരിക്കുഴി എന്നൊക്കെ പറഞ്ഞൊരു വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിലുമുണ്ട്. അതല്ല, ഇത് കോട്ടയം ജില്ലയിലുള്ളതാണ്. ഇവിടെ ഈ വെള്ളച്ചാട്ടം പൂർണ്ണമായിട്ടും DTPCയുടെ നിയന്ത്രണത്തിലാണ്.